ഒരുപാട് ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാം? അവരുടെ ആത്മീക ജീവിതം 2 സ്റ്റെപ്പ് മുൻപോട്ട് വെക്കുമ്പോൾ 4 സ്റ്റെപ്പ് പുറകോട്ട് വരുന്നത് പോലെ ഒരനുഭവം അവർക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. പലരും ചിന്തിക്കുന്നത് ഇതൊരു പോരാട്ടമാണെന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ വിഷയത്തെ വളരെ ആഴത്തിൽ നമ്മൾ ദൈവവചന വീക്ഷണത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് പോരാട്ടത്തിൻ്റെ പ്രശ്നമൊന്നുമല്ല. ഇത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമെന്നറിഞ്ഞാൽ മതി. ഇത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ബലഹീനമാകുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അവിടെ ചോദ്യം, എന്തുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം അങ്ങനെ ബലഹീനമായി പോകുന്നു? ഞാൻ ഇങ്ങനെ ദൈവവചനത്തിൽ അതിൻ്റെ ഉത്തരങ്ങൾ അന്വേഷിച്ചപ്പോൾ ഒരു 10 കൂട്ടം കാര്യങ്ങൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകി. അത് വളരെ അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുമായിട്ട് ഞാൻ ആ കാര്യം പങ്കുവെക്കുകയാണ്. ഒന്ന്, പാപം നമ്മുടെ ജീവിതത്തിൽ സഹവസിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. യെശയ്യാപ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവൻ്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. കണ്ടോ, നമ്മുടെ അകൃത്യങ്ങൾ, നമ്മുടെ പാപങ്ങൾ. അപ്പൊ പ്രാർത്ഥനാ ജീവിതം ബലഹീനമാകുന്നതിൻ്റെ ഒരു വലിയ പ്രോബ്ലമാണത്. എപ്പോഴും അറിയണം, പാപം ദൈവത്തോടുള്ള ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. പ്രിയരെ, ദൈവബന്ധം നഷ്ടപ്പെട്ടാൽ പ്രാർത്ഥന ഉറപ്പായിട്ടും മെക്കാനിക്കലായി മാറും. അത് നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പം സജീവമായ ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ പാപത്തോട് യാത്ര പറയേണ്ടതായിട്ടുണ്ട്. 2-ാമത്തെ നമ്മുടെ പ്രോബ്ലം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ കുറവാണ്. എബ്രായ ലേഖനം നമ്മൾ വായിക്കുന്നുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അത് ആർക്കും കഴിയത്തില്ല. ദൈവം കേൾക്കും എന്നുള്ള ഒരു വിശ്വാസം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഇല്ലെങ്കിൽ ആ പ്രാർത്ഥന ഒരു കടമയായി മാറത്തേ ഉള്ളൂ. ജീവിതത്തിൻ്റെ ഭാഗമായി അത് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴും ഫെയ്ത്താണ് പ്രിയരെ നമ്മുടെ പ്രാർത്ഥനയെ ശക്തി ഉള്ളതാക്കുന്നത്. എവിടെയാണോ പ്രാർത്ഥനയ്ക്കകത്ത് ഫെയ്ത്ത് വ്യാപരിക്കുന്നത് അവിടെ ആ പ്രാർത്ഥന സജീവവും ശക്തവും ദൈവപ്രവർത്തികളുടെ മുഖാന്തരവുമായി മാറുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യമാണ് ഈ പ്രാർത്ഥനയുടെ സ്ഥിരതയില്ലായ്മ. പ്രാർത്ഥനയുടെ സ്ഥിരതയില്ലായ്മ എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങൾ അങ്ങ് സജീവമായ പ്രാർത്ഥനയായിരിക്കും, എന്നാൽ അടുത്ത ചില നാളുകളിൽ ആ ഒരു പ്രാർത്ഥന ഉണ്ടാകത്തേയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീകതയുടെ ഒരു താളമങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം, വ്യായാമം പോലും നമ്മൾ ഇടവിട്ട് ചെയ്താൽ അത് റിസൾട്ട് ഉണ്ടാക്കത്തില്ല. വ്യായാമം അതിൻ്റെ സമയത്ത് അതിൻ്റെ ആ ക്രമമനുസരിച്ച് കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ വ്യായാമം കൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസിൽ കർത്താവ് ഒരു ഉപമ പറഞ്ഞത്, എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടവരാ. അതുമാത്രമല്ല, നമ്മുടെ അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ലോകകാര്യങ്ങളിൽ നമുക്കുള്ള അമിതമായ താല്പര്യവും അങ്ങനെ നമ്മൾ അങ്ങ് ബിസിയാകുന്നതുമാണ്. അതായത് പ്രയോറിറ്റി മാറുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെന്ന് അവസാനിക്കുകയാണ്. എപ്പോഴും അറിയണം പ്രിയരെ, ഇങ്ങനെയുള്ള ബിസി ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും തകർന്നു പോയ ഒരു ആത്മീക ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറയുന്നത്, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അപ്പൊ പ്രയോറിറ്റി എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് ലോകകാര്യങ്ങൾക്കല്ല, ഭൗതിക കാര്യങ്ങൾക്കല്ല. പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് ആത്മീക വിഷയങ്ങൾക്കാണ്, പ്രാർത്ഥനയ്ക്കാണ്. അങ്ങനെയുള്ള ഒരാളുടെ പ്രാർത്ഥനാ ജീവിതം ഭയങ്കരമായി സജീവമായി അനുഗ്രഹമായി മാറും. അതുപോലെ തന്നെയാണ് ഈ ദൈവവചന ധ്യാനത്തിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത്. ദൈവവചന ധ്യാനത്തിൻ്റെ കുറവെന്ന് പറയുമ്പോൾ
നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. വചനവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകണം. വചനമില്ലാത്ത പ്രാർത്ഥന എന്ന് പറയുന്നത് ദിശയില്ലാത്ത പ്രാർത്ഥനയായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദിശയുണ്ടാകണമെങ്കിൽ നമുക്ക് വചനമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സറിയാതെ, ദൈവത്തിൻ്റെ ഹിതമറിയാതെ, ദൈവത്തിൻ്റെ ഇഷ്ടമറിയാതെ പ്രാർത്ഥിക്കുന്നത് പോലെയായിരിക്കും. അപ്പോൾ സജീവമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ നിശ്ചയമായി വചനവുമായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്പിരിച്വൽ ഡ്രൈനെസ് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡ്രൈനെസ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ഹൃദയം അങ്ങ് തടുത്തു പോകുന്നു, നമ്മുടെ ആത്മാവിൽ ഒരു ജ്വലനമില്ലാതെയാകുന്നു, നമ്മുടെ ആ പ്രാർത്ഥനയുടെ ആനന്ദം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ആ ഉത്സാഹം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മൾ ഒരു ചടങ്ങിൽ എന്നതുപോലെ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത് സ്പിരിച്വൽ ഡ്രൈനെസ് എന്ന് പറയുന്നത്. റോമലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. പ്രിയപ്പെട്ടവരെ, ഇത് കുറിക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ക്ഷമയില്ലായ്മ എന്ന് പറയുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താ? ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ഉത്തരം കിട്ടിയില്ലെങ്കിൽ പ്രാർത്ഥന നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയോ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടിയോ ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് വേണ്ടിയോ ഒരിക്കലും കാത്തു നിൽക്കുകയോ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനാ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന നമ്മളിലെ ഏറ്റവും ഭയാനകമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ ഈ ക്ഷമയില്ലായ്മയാണ്. അതുപോലെ തന്നെ വ്യക്തികൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആത്മയുദ്ധം. എപ്പോഴും നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ശ്രദ്ധയെ തിരിക്കുവാൻ, നമുക്ക് മടി വരുത്തുവാൻ പൈശാചിക മണ്ഡലങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രാർത്ഥന ശത്രുവിന് ഒരു ഭീഷണിയാണ്. നമ്മുടെ പ്രാർത്ഥന ആത്മമണ്ഡലത്തിൽ അതൊരു യുദ്ധം തന്നെയാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോൾ ഇവയോട് നമുക്കൊരു പോരാട്ടമുണ്ട്, അവ നമ്മളോടും പോരാട്ടത്തിലാണ്. പ്രാർത്ഥനാ ജീവിതത്തെ, ആരാധനാ ജീവിതത്തെ വഴിതിരിച്ചു വിടാൻ, ശ്രദ്ധ തിരിക്കാൻ, മടിവരുത്താൻ ഇവ ഭയങ്കരമായി നമുക്കെതിരെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് തിരിച്ചറിയണം. പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. മറ്റൊന്നാണ് നമ്മളിലെ സ്വയാശ്രയത്വം. ഈ സ്വയാശ്രയത്വം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൈകാര്യം ചെയ്തോളാം, എനിക്കറിയാം, എന്നെ കൊണ്ട് നടക്കും, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് ജോലിയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എനിക്കുണ്ട് എന്ന് പറയുന്ന ഒരു വല്ലാത്ത തന്നിൽ തന്നെയുള്ള ആശ്രയത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തൽ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. യഹോവ വീട് പണിയാതിരുന്നാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. ദൈവം ഒരു കാര്യം ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്തെന്നു പറഞ്ഞാലും അതൊന്നും വലിയ പ്രയോജനമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്വയാശ്രയത്വത്തെ നമ്മൾ അവസാനിപ്പിക്കണം കേട്ടോ. നമ്മൾ ദൈവത്തെ കാത്തിരിക്കണം. ദൈവമാണ് സർവ്വതും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നറിയാൻ മേലാതെ, വ്യക്തമായ ലക്ഷ്യമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ചു പോവുകയാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ടോ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമോ കൃത്യമായ ഒരു ചിത്രമോ പ്രാർത്ഥനയെക്കുറിച്ചില്ല. നമ്മളങ്ങ് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒക്കെ വല്ലാതങ്ങ് യാചിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനല്ല, നമുക്ക് ലക്ഷ്യങ്ങളുള്ള പ്രാർത്ഥനയുണ്ടാകണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പ്രാർത്ഥനയെ ബലഹീനമാക്കുന്ന കാര്യങ്ങളാണ്. വാസ്തവത്തിൽ ഈ മുന്നറിയിപ്പുകളെ നമ്മളൊന്ന് പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇത്യാദി പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനായിട്ട് കഴിയും. ഏറ്റവും ഒടുവിൽ നിങ്ങളോട് പറയട്ടെ, നമുക്ക് വേണ്ടുന്നത് ദൈവത്തോടുള്ള ഇൻറ്റിമസിയാണ്. പ്രിയരെ, ആ ഇൻറ്റിമസി നമ്മളിൽ വർദ്ധിക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സജീവമാകാനുള്ള ചില മാർഗങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കൊന്ന് കൊണ്ടുവരാം. ഒന്ന്, ദിവസവും സജീവമായി പ്രാർത്ഥിക്കാൻ നിശ്ചയമായിട്ടുള്ള ഒരു സമയത്തെ ഫിക്സ് ചെയ്യുക.
നമ്മൾ ചെറിയ പ്രാർത്ഥനകളിലും സ്തുതികളിലും തുടങ്ങുക, വചനവും പ്രാർത്ഥനയും ഒരുമിച്ച് കൊണ്ടുപോകുക. അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ പാപപ്രകൃതങ്ങളെ, പാപത്തിൻ്റെ പ്രാക്ടീസുകളെ നമ്മൾ അവസാനിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതം വളരെ സജീവവും അതിൻ്റെ ശക്തി വളരെ ഉത്തമവും അതിൻ്റെ പ്രവൃത്തി വളരെ ശ്രേഷ്ഠവുമായിരിക്കും. പലർക്കും അസൂയ തോന്നുന്ന വിധത്തിൽ ദൈവപ്രവൃത്തികളെ നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും.